1850 വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുകയാണ്. കൗണ്ടിംഗ് അതിന്റെ അവസാനത്തെ മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. ഇനി ഫൈനൽ കൗണ്ട് മാത്രം അറിഞ്ഞാൽ മതി. ഈ രണ്ട് റൗണ്ടും LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുമ്പോഴും രണ്ട് റൗണ്ടുകളിലും UDF തിരിച്ചു വരും എന്നുള്ളതാണ്. അതായത് ഈ അവസാനം 270 ലീഡ് ഉള്ളത് UDFനാണ്. ആ നിലയ്ക്ക് ഒരു വോട്ട് വർധന ഉണ്ടാവുകയാണെങ്കിൽ 12-ൽ ക്ലോസ് ചെയ്യുമോ? സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 28 ബൂത്തുകൾ ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. ആ 28 ബൂത്തുകളിൽ എന്താണ് സംഭവിക്കുക? എന്തായാലും 10,000-ലേക്ക് താഴാനുള്ള സാധ്യത കുറവാണ്. ഈ ട്രെൻഡ് അനുസരിച്ച്, പാറ്റേൺ അനുസരിച്ച് ഈ 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളത് കുറയ്ക്കാൻ കഴിഞ്ഞാൽ LDFന് ആശ്വാസമാണ്. പക്ഷേ നിലവിലുള്ള നിലയിൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പാറ്റേൺ പൂർണ്ണമായും UDFന് അനുകൂലമാണ്. വലിയ ആഘോഷമാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസ് യുവജന സംഘടനാ നേതാക്കൾ എല്ലാവരും തുറന്ന വാഹനത്തിലുണ്ട്, കൊട്ടികളുണ്ട്, ആരവമുണ്ട്, ആഘോഷമുണ്ട്, കൊട്ടും കുരവയുമുണ്ട്. UDF ആഘോഷിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിച്ച UDF ക്യാമ്പിന്റെ ആഘോഷമാണ് നിലമ്പൂരിലെ തെരുവുകളിൽ കാണുന്നത്. പടക്കളത്തിൽ UDF ഇതാ നിലമ്പൂരിൽ വലിയ വിജയം ആഘോഷിക്കുകയാണ്. UDF പ്രവർത്തകർ, നേതാക്കൾ, എല്ലാം തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആകാശത്തിലേക്ക് കൊടികൾ വീശിക്കൊണ്ട് വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് ആര്യാടൻ ഷൗക്കത്ത് തുറന്ന വാഹനത്തിൽ നിലമ്പൂരിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. വിജയാഹ്ലാദ ആരവമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നിലമ്പൂരിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായി തിരുവനന്തപുരം KPCCക്ക് മുന്നിലും വലിയ ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് DCCയുടെ നേതൃത്വത്തിൽ പാളയത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു വിജയാഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനമാകെ UDF പ്രവർത്തകർക്ക് വലിയ ആവേശവും ആഹ്ലാദവും പകരുന്ന അഭിമാനകരമായ ജയത്തിലേക്കാണ് ആര്യാടൻ ഷൗക്കത്ത്. UDF 10,752 വോട്ടുകളുമായി കുറയുന്നുണ്ട്. ലീഡ് എന്നത് പ്രധാനമാണ്. 11,000 വോട്ടിന്റെ ലീഡ് നിലയുണ്ടായിരുന്നു. 15ാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ 16ാം റൗണ്ടിൽ 236 വോട്ടിന് LDF ലീഡെടുത്തു. 17ാം റൗണ്ടിൽ 270 വോട്ടുകളുടെ മാത്രം ലീഡേ ഉണ്ടായിരുന്നു. 10,752-ലേക്ക് ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ UDFന്റെ കൊടുങ്കാറ്റെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അഭൂതപൂർവമായ ആഹ്ലാദകരമായ ജയമാണ് UDF ക്യാമ്പിന് സമ്മാനിച്ചിരിക്കുന്നത്. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇവിടെയൊന്ന് പിഴച്ചിരുന്നെങ്കിൽ, ഇവിടെയൊന്ന് വീണു പോയിരുന്നെങ്കിൽ, ഒന്ന് തളർന്നിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വേഗത്തിൽ സ്ഥാപിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു, ഇടതുപക്ഷത്തിന് സാധിക്കുമായിരുന്നു. ഇപ്പോൾ 5 അക്ക ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയാണ് എങ്കിൽ നല്ല വിജയം, അഭിമാനകരമായ വിജയം, സർക്കാരിനെതിരായ അറ്റാക്കാക്കി ഈ വിജയത്തിനെ പോർമുഖത്തെ തിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്ന KC വേണുഗോപാൽ ഉൾപ്പെടെ വാക്കുകളിൽ അതാണ് നമ്മൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തി. അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ നിലമ്പൂരിൽ പോരിനിറങ്ങിയതാണ് CPM. വലിയ തോതിൽ വോട്ട് പിടിച്ചു. ആ ചിഹ്നത്തിൽ മത്സരിച്ച് സ്വന്തമാക്കാൻ കഴിയുന്ന നല്ല മികച്ച വോട്ട് നേടിയിട്ടുണ്ട്. 59,072 വോട്ട് സ്വരാജ് നേടിയിട്ടുണ്ട്. ഇനി 2 റൗണ്ടുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഒരു രക്ഷയില്ലാത്ത പോക്കാണ് പോയത്. ആദ്യം മുതൽ ഇങ്ങോട്ട് 2 റൗണ്ടിൽ മാത്രമാണ് LDFന് ലീഡ് എടുക്കാൻ കഴിഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിരിക്കുന്ന വോട്ടുകൾ 69,000-ആണ്. 10,000 വോട്ടിന്റെ ഡിഫറൻസ്. 10,000 വോട്ടിന്റെ ഡിഫറൻസ്. UDF പ്രതീക്ഷിച്ചത് 81,082 റേഞ്ചിലാണ്. അതിലേക്ക് എത്താൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ 81,000 വോട്ടാണ് PV അൻവർ നേടിയിട്ടുള്ളത്. ആ വോട്ടിലേക്ക് UDF എത്തുന്നില്ല. LDFന്റെ ഭാഗമായി നിന്ന് 2 തവണ, ഒരു തവണ 81,000-ഉം ഒരു തവണ 77,000 വോട്ടാണ് അൻവർ നേടിയിട്ടുള്ളത്. ആ റേഞ്ചിലേക്ക്, അതായത് 70,000 കടന്നു പോവും ഷൗക്കത്ത്. പക്ഷേ അത് പരമാവധി ഒരു 75-ൽ നിൽക്കാനാണ് സാധ്യത.